അടുത്തതായി ഇശൽ മുറുക്കം റൗണ്ടിൽ പാടാൻ എത്തുന്നു മിസ്ജാദ് സാബു. ഹായ്, എൻ്റെ പേര് മിസ്ജാദ് സാബു. എനിക്ക് 24 വയസ്സായി. മലപ്പുറം ജില്ലയിലെ രണ്ടത്താണിൽ നിന്നാണ് ഞാൻ വരുന്നത്. ഞാനിപ്പോൾ SAP എന്ന് പറയുന്നൊരു കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ തിരൂരിലുള്ള ഫിറോസ് ബാബു സാർ അടുത്തിൽ നിന്നാണ് സംഗീതം പഠിക്കുന്നത്. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എല്ലാവരും അറിയപ്പെടുന്നൊരു ഗായകനാകണമെന്നാണ്. ഇശൽ മുറുക്കം റൗണ്ടിൽ മിസ്ജാദ് പാടാനെത്തുകയാണ്. നല്ലൊരു പാട്ട് കാഴ്ചവെക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അലിയാരെ കല്യാണ പുതുമ ചൊല്ലാം, മലർമുത്ത് ഫാത്തിമത്തിൻ കല്യാണമേ കല്യാണമേ. അരിമുല്ലപ്പൂതു ബീവിയോടുത്തൊരുങ്ങി, അതിർപ്പങ്ങൾ പറഞ്ഞാലങ്ങോടുങ്ങയില്ല ഓടുങ്ങയില്ല. അലിയാരെ കല്യാണ പുതുമ ചൊല്ലാം, മലർമുത്ത് ഫാത്തിമത്തിൻ കല്യാണമേ കല്യാണമേ. മത്താവില്ല പുള്ളിപ്പട്ട് തുണിയുമില്ല, മുട്ടില്ല വിളിയില്ല കുഴലുമില്ല. മത്താവില്ല പുള്ളിപ്പട്ട് തുണിയുമില്ല, മുട്ടില്ല വിളിയില്ല കുഴലുമില്ല. ഒപ്പനയില്ല കൈമുട്ടില്ല കളിയുമില്ല, കൽവിൻ്റെ തട്ടും മുട്ടും അല്ലാതെയില്ല അല്ലാതെയില്ല. അലിയാരെ കല്യാണം പുതുമ ചൊല്ലാം, മലർമുത്ത് ഫാത്തിമത്തിൻ കല്യാണമേ കല്യാണമേ. പൊന്നേലസില്ല പൊന്നിന്നരഞ്ഞാണില്ല, മിന്നുന്ന നെറ്റിപ്പട്ടം ബീവിക്കുന്നില്ല. പൊന്നേലസില്ല പൊന്നിന്നരഞ്ഞാണില്ല, മിന്നുന്ന നെറ്റിപ്പട്ടം ബീവിക്കുന്നില്ല. മുഞ്ചുള്ള ബീവിക്കെന്തിനു വീരാങ്ങല, കാഞ്ചനക്കൂടമല്ലോ ഫാത്തിമ സുഹ്റ ഫാത്തിമ സുഹ്റ. അലിയാരെ കല്യാണ പുതുമ ചൊല്ലാം, മലർമുത്ത് ഫാത്തിമത്തിൻ കല്യാണമേ കല്യാണമേ. പൊന്നുപോൽ മിന്നും ബീവി പുതുക്കപ്പൂവി, വേദാംബർ നബി മകൾ ഫാത്തിമ ബീവി. പൊന്നുപോൽ മിന്നും ബീവി പുതുക്കപ്പൂവി, വേദാംബർ നബി മകൾ ഫാത്തിമ ബീവി. പുളകത്തിൽ മാതി മറന്നിരിക്കും ബീവി, പുന്നാര നബി മകൾ ഫാത്തിമ ബീവി ഫാത്തിമ ബീവി. അലിയാരെ കല്യാണ പുതുമ ചൊല്ലാം, മലർമുത്ത് ഫാത്തിമത്തിൻ കല്യാണമേ കല്യാണമേ. അരിമുല്ലപ്പൂതു ബീവി ഉടുത്തൊരുങ്ങി, അതിർപ്പങ്ങൾ പറഞ്ഞാലങ്ങോടുങ്ങയില്ല ഓടുങ്ങയില്ല. അലിയാരെ കല്യാണ പുതുമ ചൊല്ലാം, മലർമുത്ത് ഫാത്തിമത്തിൻ കല്യാണമേ കല്യാണമേ. മിസ്ജാദ്, നല്ല എനർജറ്റിക് പെർഫോമൻസ് ആയിരുന്നല്ലോ. ശരിയാ.
ഓക്കെ, അപ്പം ഈ പാട്ടിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അറിയണ്ടേ? അറിയണം. ഫൈസൽ സർ. ഇത് MS ബാബുരാജ് സംഗീതം ചെയ്ത് അദ്ദേഹം തന്നെ പാടിയ പാട്ടാണ്. ഇത് വിഷയം എന്താണ്? ആരാ കല്യാണം? ഫാത്തിമ ബീവിയുടെ കല്യാണം. ഫാത്തിമ ബീവിയെ വിവാഹം ചെയ്തത് അലി റളിയല്ലാഹു അൻഹു ആണ്. അതറിയാലോ അല്ലേ? അപ്പോൾ ആ കല്യാണത്തെക്കുറിച്ചാണ് പറയുന്നത്. നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം, ഇതൊരു നാടകഗാനമാണെന്നുള്ളതാണ്. കോഴിക്കോട്ട് നാടകങ്ങൾ വളരെ സജീവമായ ഒരു കാലഘട്ടം. ഇപ്പോൾ KT മുഹമ്മദിൻ്റെ ഇത് ഭൂമിയാണ്. അപ്പോൾ നമ്മുടെ അന്ന് തെക്കൻ കേരളത്തിൽ KPAC നാടകങ്ങൾ സജീവമായ കാലഘട്ടത്തിൽ കോഴിക്കോട് അതിന് സമാന്തരമായി നാടകരംഗം സജീവമായിരുന്നു KT മുഹമ്മദിൻ്റെ. അതേപോലെ കിഴക്കൻ ഏറനാട്ടിൽ നമ്മുടെ KG ഉണ്ണീൻ, ഡോക്ടർ ഉസ്മാൻ, നിലമ്പൂർ ആയിഷ, ഇവരുടെയൊക്കെ ഒരു ടീമിൻ്റെ ഒരു നാടകങ്ങൾ വരുന്നൊരു കാലഘട്ടം. ആ കാലഘട്ടത്തിൽ, അതിനു മുമ്പുള്ള കാലഘട്ടത്തിലെ കോഴിക്കോട്ടെ കലാരംഗത്തെ നാടകരംഗത്തെ തുടക്കക്കാരുടെ നാടകത്തിലൊരു പാട്ടാണ്. PM കാസിം എന്ന ആളാണ് ഇത് എഴുതിയിരിക്കുന്നത്. നമ്മൾ ഒരു മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ പാട്ടിൽ ആരുടെ കല്യാണം പോലെയല്ല, ആർഭാടമില്ലാത്തൊരു കല്യാണം നമ്മുടെ മുമ്പിൽ പറയുകയാണ്. നബി തിരുമേനിയുടെ മകളുടെ കല്യാണം. മുട്ടില്ല, വിളിയില്ല, കുഴലുമില്ല, അല്ലേ? പിന്നെ ഒപ്പനയില്ല, കൈമുട്ടില്ല, കളിയുമില്ല, കൽബിൻ്റെ മുട്ടും തട്ടും ഇല്ലാതെയില്ല. മനസ്സിലായില്ലേ? ഇപ്പോൾ സ്ത്രീധന വിഷയം, അതേപോലെ കല്യാണങ്ങളുടെ ആർഭാടം ഒരു വിഷയമാണ്. ആർഭാട കല്യാണങ്ങൾ നടത്തുന്ന, ഒരുപാട് പണം ചെലവഴിക്കുന്ന ആളുകൾ അതുമായി ബുദ്ധിമുട്ടുന്ന ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു മാതൃകയായ കല്യാണത്തെക്കുറിച്ച് പറയുമ്പോൾ അതിലൊരു സന്ദേശമുണ്ട്. ഓക്കെ, ജഡ്ജ്മെന്റ് അറിയണ്ടേ? ഷാൻ സർ. സർ നന്നായിരുന്നു കേട്ടോ. താങ്ക് യു സർ. നന്നായിരുന്നു. ആകെ കുറ്റം പറയാൻ വെച്ചാൽ ആകെ ചരണത്തിലൊരു വെള്ളി മാത്രമേ ഉള്ളൂ. അത് മിസ്ജാദിന് അറിയാലോ. പക്ഷെ വെള്ളി കിണ്ണം വിതറിയില്ല, ഒരൊറ്റ വെള്ളിയിൽ നിർത്തി. അപ്പോൾ എന്തായാലും നന്നായിരുന്നു കേട്ടോ. താങ്ക് യു സർ. റഹ്ന മാം. എനിക്കതിൽ ആ പല്ലവിയിലൊക്കെ ഒരുപാട് ഇംപ്രവൈസേഷൻ കൊടുത്തിരുന്നു മിസ്ജാദിൻ്റെ, അല്ലേ? സ്വന്തമായിട്ട് അതൊക്കെ നന്നായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു പെട്ടെന്ന് അത് പിന്നെ നമുക്കൊന്നും പറയാൻ പറ്റില്ല, ശബ്ദം എപ്പോഴാ ഇടറ്. പിന്നെ ഇതൊരു ലൈവ് അല്ലല്ലോ, കോമ്പറ്റീഷൻ ആകുമ്പോൾ നമ്മളതിൻ്റെ അറിയാം. അപ്പോൾ അങ്ങനെയൊക്കെ ഇനിയുള്ളതൊക്കെ ഒന്ന് പാട്ടുകളൊക്കെ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കുക എല്ലാം. പിന്നെ മാഷ് ഇതിനെക്കുറിച്ച് അറിയുമെന്ന് ചോദിച്ചപ്പോൾ പേടിച്ചോ? ഇതാണ് മാഷ പ്രശ്നം. കുട്ടികൾ ഇനി ചോദിച്ചാൽ ആരെയാ പേടിയെന്ന് ചോദിച്ചാൽ ഫൈസൽ മാഷ എന്ന് പറയുന്നത് അതാ. നിങ്ങൾ അറിഞ്ഞിരിക്കണ്ടേ എല്ലാ ഡീറ്റെയിൽസ് എന്ന് ചോദിച്ചാൽ മാഷ് നിങ്ങൾക്കെല്ലാം ഇതിനെക്കുറിച്ച് ചോദിച്ചാൽ പറഞ്ഞു തരും. ഓക്കെ, ഇനിയിപ്പം നാളെ അടുത്ത പാട്ട് ഫൈസൽ മാഷ് അത് ചോദിക്കുമോ, അതുകൊണ്ട് ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് നോടട്ടെ എന്ന് പറഞ്ഞ് ടെൻഷൻ അടിക്കേണ്ട. മാഷ് എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് പറഞ്ഞു തരും. അപ്പോൾ എല്ലാം ശ്രദ്ധിക്കുക. ഓക്കെ, താങ്ക് യു മാം. ഫൈസൽ സർ. എനിക്കിഷ്ടമായി. ഞാൻ ഒരുപാട് ആളുകൾ ഈ പാട്ട് പാടുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷേ മിസ്ജദിൻ്റെത് വേറൊരു ശൈലിയായിരുന്നു. സ്വന്തമായ ചില കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഒരു പാട്ടുകാരന് ആവശ്യമുള്ള കാര്യങ്ങളാണ്. പിന്നെ പാട്ടിൻ്റെ മത്സരം എന്ന് പറയുമ്പോൾ അതിൽ ശബ്ദത്തിൻ്റെ ഒരു ഷാൻ പറഞ്ഞല്ലോ, അതൊക്കെ ശ്രദ്ധിക്കണം. അതൊന്നും വരാൻ പാടില്ല, ഇടർച്ച വരാൻ തന്നെ പാടില്ല കേട്ടോ. ശ്രദ്ധിക്കുക. ഓക്കെ, താങ്ക് യു സർ. മിസ്ജാദ്, അപ്പം നല്ല കമൻസ് അല്ലേ കിട്ടിയിരിക്കുന്നത്? മാർക്സ് അറിയണ്ടേ? റഹ്ന മാം, ഔട്ട് ഓഫ് 30. 23. ഫൈസൽ സർ, ഔട്ട് ഓഫ് 30. 22. ഷാൻ സർ, ഔട്ട് ഓഫ് 30. മിസ്ജാദ് 23 ഔട്ട് ഓഫ് 30. ടോട്ടൽ മാർക്സ് 68 ഔട്ട് ഓഫ് 90. ഓക്കെ, പ്രതീക്ഷ എത്ര മാർക്സ് കിട്ടിയോ? പ്രതീക്ഷിച്ചതിനെക്കാട്ടും കൂടുതലാണോ അല്ലെങ്കിൽ കുറഞ്ഞോ? കൂടുതലാണ്. അപ്പോൾ നമുക്ക് ഹിഡൻ മാർക്സിലേക്ക് കിടക്കാം. ഹിഡൻ മാർക്സ് ബോക്സിൽ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പം നെക്സ്റ്റ് ടൈമും ഇതേപോലെ തന്നെ എനർജറ്റിക് ആയിട്ട് പെർഫോം ചെയ്യാം. ഓക്കെ, ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.
നിശ്ചാദ് എങ്ങനെയുണ്ടായിരുന്നു പെർഫോമൻസ്? ശരിക്ക് പാടാൻ ശ്രമിച്ചു, പക്ഷേ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് വന്നു. എന്തു പറ്റി? ചരണത്തിൽ സ്റ്റാർട്ടിങ് പ്രോബ്ലം വന്നു. അത് വെച്ച് ബാക്കിയൊക്കെ അടിപൊളിയായിരുന്നു. നല്ല ഫീലോട് കൂടി പാടാൻ കഴിഞ്ഞു. എന്തു പറ്റി? നല്ല കോൺഫിഡന്റ് ആയിട്ടുള്ള പോയത്. ലിറിക്സ് മറന്നോയോ? ലിറിക്സ് മറന്നതല്ല, മ്യൂസിക് സ്റ്റാർട്ടിങ് പ്രോബ്ലം വന്നു. ഇപ്പോൾ 67 മാർക്സ് കിട്ടി. നോട്ട് ബാഡ്, നല്ല മാർക്സ് ആണ്, കുഴപ്പമില്ല. കൂട്ടുകാരന്റെ പെർഫോമൻസ് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. എങ്ങനെയുണ്ടായിരുന്നു? കുഴപ്പമില്ലായിരുന്നു. ജഡ്ജസിന്റെ കമന്റ്സ് ഇഷ്ടപ്പെട്ടോ? ജഡ്ജസിന്റെ കമന്റ്സ് ചരണത്തിന്റെ ഫസ്റ്റ് ലൈൻ മിസ്സായെങ്കിലും കുഴപ്പമില്ലാതെ പാടി. നിശ്ചാദ് മറന്നിട്ടുണ്ടായിരുന്നെങ്കിലും നന്നായി ഹാൻഡിൽ ചെയ്ത് പാടിയിട്ടുണ്ട്. നല്ലൊരു കോംപ്ലിമെന്റ് ആണ്. അതെ. ഇന്നത്തെ എപ്പിസോഡിലെ ഗാനങ്ങൾ നിങ്ങൾ ആസ്വദിച്ചു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. വീണ്ടും കാണും വരെ എ ബിഗ് ബൈ ഫ്രം ദ എൻറ്റയർ ക്രൂ ഓഫ് 14 രാവ്.